സർ. ആ എന്താടോ? സർ, വിഷു അല്ലേ? ഇന്നോ? ഇന്നല്ല, 2 ദിവസം കഴിയുമ്പോ. ആ, വിഷുവിന് തനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. നാളെ രാവിലെ വീട്ടിൽ നിന്ന് അവരെല്ലാരും കൂടി വരും. വരട്ടെ. നാളെ രാവിലെ വരുന്നത് നമുക്ക് കൈനീട്ടം തരാനാ. അതൊരു ചടങ്ങല്ലേ? വരട്ടേടോ. കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തു കുഴപ്പം? അല്ല സർ, അവരെല്ലാരും കൂടി വരുമ്പോ പത്മ മാഡത്തിനും ബാക്കിയുള്ളവർക്കും അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. തനിക്ക് ഇഷ്ടമാണോ അവര് വരുന്നത്? ആ, അപ്പോ എനിക്കും ഇഷ്ടമാണ് എന്റെ ഭാര്യ വീട്ടുകാർ വരുന്നത്. അവരെ ഞാനങ്ങ് സ്വീകരിച്ചാ പോരെ? ആ മതി. അവര് വരുമ്പോ സാർ ഇവിടെ ഉണ്ടാവണം. തന്റെ പേടി എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, എങ്ങോട്ടും പോവില്ല. ആ പിന്നെ നാളെ അവര് വന്നു കഴിഞ്ഞാലേ അവരെ നമ്മൾ പറഞ്ഞു വിടുന്നില്ല കേട്ടോ. പിന്നെ ഇത്തവണ നമുക്ക് ഇവിടെ വിഷു ആഘോഷിക്കാം. അവരിവിടെ നിൽക്കട്ടെ. അയ്യോ, അത് വേണ്ട സാർ. അവര് വന്നതുകൊണ്ട് ഇവിടെയുള്ളവരുടെ വിഷു ഇല്ലാതായി എന്ന് പറഞ്ഞാൽ? അതെ, അങ്ങനെ ആരും പറയാൻ പോകുന്നില്ല. അച്ഛന്റെയും അനിയത്തിമാരുടെയും വിഷു ഇത്തവണ നമ്മുടെ കൂടെയാ. തനിക്കത് ഇഷ്ടമല്ലെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അവരുടെ കൂടെ വിഷു ആഘോഷിക്കുന്നത് എനിക്കിഷ്ടമല്ലാതിരിക്കോ? ആ, അങ്ങനെയാണെങ്കിൽ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതെന്റെ സ്വാതന്ത്ര്യമാണ്, എന്റെ അവകാശമാണ്. അല്ലാതെ ഭാര്യ വീട്ടുകാർ വന്നൊരു കൈനീട്ടം തന്നിട്ട് പോകുന്നത് ശരിയാണോ? അവര് പാവങ്ങള് ഒറ്റയ്ക്ക് പോയി വിഷു ആഘോഷിക്കണ്ട. ഇത്തവണ നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം. എന്താ? എന്നാ ശരി സാർ, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. നമ്മുടെ രാജേട്ടൻ വന്നിട്ടുണ്ട്. ഓഹോ, പ്രത്യക്ഷപ്പെട്ടോ? എന്നാ ഞാൻ ചെല്ലട്ടെ. ആ ചെല്ല്. ആ നന്ദിനി, ഒന്നിങ്ങ് വന്നേ. എന്താ സാർ? അല്ല, ഇന്നലെ എന്താ? എടോ, തനിക്കൊന്നും ഓർമ്മയില്ലേ? ഇല്ല, എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങി. ഓ, അത് മതി. പിന്നെ ഏതായാലും അച്ഛനും അനിയത്തിമാരൊക്കെ വരുമ്പോ നമുക്ക് വിഷു ശരിക്കും ആഘോഷിക്കണ്ടേ? നമുക്കേ നല്ലൊരു ഫോറിൻ കുപ്പി എടുക്കാം. അല്ല, എനിക്കെന്തായാലും വിഷുവിന് അടിക്കണം. ഞാൻ കുടിച്ചാ താനും കുടിക്കുമല്ലോ. എന്താ? ഒന്ന് പോയേ സാർ. ഇന്നലെ ആ ഭ്രാന്ത് കാണിച്ചിട്ട് എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ. ഓ, അങ്ങനെ രാവിലെ എഴുന്നേക്കുമ്പോ തലവേദനിക്കുന്നതുകൊണ്ടാ ഞാൻ രാവിലെ തന്നെ ഒരെണ്ണെടുത്ത് അടിക്കുന്നേ. മനസ്സിലായ? അതെ, ആരും കാണാതെ ഞാൻ തനിക്ക് ഒരെണ്ണെടുത്ത് തരട്ടാ. കൂട്ടത്തിൽ ഞാൻ ഒരെണ്ണം കഴിക്കാം. എന്താ? സാർ, കളിയാക്കല്ലേ? എടോ, എന്തായാലും സംഭവിച്ചു പോയി. എന്തൊക്കെയായിരുന്നു താനിവിടെ കാട്ടി കൂട്ടിയത്? ഞാൻ പിടിച്ചിട്ട് പോലും കയ്യിൽ നിൽക്കുന്നില്ലായിരുന്നു. എല്ലാരും അറിഞ്ഞു അല്ലേ? ആ, ഒരുവിധം എല്ലാരും അറിഞ്ഞു. പിന്നെ പത്മാ മേഡത്തിന് ഈ ന്യൂസ് കിട്ടിയോന്ന് എനിക്കറിയില്ല. ചിലപ്പോ അത് കിട്ടിയിട്ടുണ്ടാവും. എന്നാ പത്മ മേഡനെ കൊന്നത് തന്നെ. ശരി, താമ്പിക്കോ. ഞാൻ എന്തായാലും 2 അടിക്കട്ടെ. എന്റെ അമ്മയാണ് സാറ് കള്ളു കുടിച്ച പട്ടപ്പകലൊന്നും നോക്കില്ല, ഞാനും കുടിക്കും. എന്നിട്ട് ഇന്നലെ നടന്നതിനേക്കാളും കൂടുതൽ സംഭവങ്ങൾ നടക്കും. കാണോ? വേണ്ട. അപ്പൊ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിരിക്കല്ലേ? ആ അതെ, ഇനി വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രശ്നമില്ല. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്താണിത്? സാറേ, മുംബൈയിൽ നടക്കുന്ന ബിസിനസ് എക്സ്പോയിൽ നമ്മളുടെ ഒരു സ്റ്റോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓ, നാളെ മുതൽ 20th വരെയാണ് എക്സ്പോ. 2 നോർത്ത് ഇന്ത്യൻ കമ്പനികളുമായിട്ട്
ഒരു അഗ്രിമെന്റിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നല്ലോ. ആ യതീന്ദ്ര സാറിനോട് സംസാരിച്ചപ്പോൾ സാറാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഡേറ്റ് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതനുസരിച്ച് ടിക്കറ്റും മറ്റും അറേഞ്ച് ചെയ്യായിരുന്നു. ആ അതിപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ശരി സാർ. ശരി ആനന്ദ് ഒരു മിനിറ്റ്. സാർ. ഏതായാലും വിഷു കഴിഞ്ഞ ഒരു ദിവസം സെറ്റ് ചെയ്താൽ മതി. വിഷുവിന് ഞാനിവിടെ വേണം, അതാ. ഓക്കെ സാർ. ആ ഈ വിഷു വരുന്നത് 15-നല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു 17-ന് തന്നെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്തോളൂ. ഓക്കെ സാർ, താങ്ക് യു. എന്താ മോളെ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ. അത് വിഷു ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് അച്ഛനും മുത്തശ്ശിയും അനിയത്തിമാരും ഒക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വരട്ടെ, അതിനിപ്പോ എന്താ? അല്ല, സൂര്യ സാറിനോട് പറഞ്ഞു. സൂര്യ സാറ് സമ്മതിച്ചു. പത്മ മാഡം. എനിക്ക് സമ്മതമല്ല. നിന്റെ വീട്ടിൽ നിന്ന് ഒരാൾ പോലും ഇങ്ങോട്ട് വരുന്നത് എനിക്കിഷ്ടമല്ല.